വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രാമയുടെ സ്റ്റോറി ആയിട്ടാണ്. ഫെയർവെൽ ലവ് എന്നാണ് ഡ്രാമയുടെ പേര്. ഷെൻഹാൻ സിംഗ്, ഹേ ചെൻ, ഹേ ക്യാൻ, സോങ് സി ഹോയ് എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. മൊത്തം 23 എപ്പിസോഡ്സാണ് ഈ ഒരു ഡ്രാമയിൽ വരുന്നത്. റിവ്യൂസ് പറയുന്നത് ഇത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഡ്രാമയാണ്, ജെമ്മാണെന്നാണ് റിവ്യൂസ് പറയുന്നത്. അപ്പം നമുക്കിതിൻ്റെ കഥ കേട്ടാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി കഥ തുടങ്ങാം അല്ലേ? ഹേച്ചനെ കാണിച്ചുകൊണ്ടാണ് ഡ്രാമ ആരംഭിക്കുന്നത്. ഓഫീസിൽ അവൻ്റെ മുറിയിലേക്ക് അതിക്രമിച്ചു കയറുകയാണ് നായിക ഹാങ് സിംഗ്. ഹേഷ്യ ഗ്രൂപ്പിൻ്റെ CEO ആണ് ഹേച്ചൻ. സിംഗ്ലാൻ ഗ്രൂപ്പിൻ്റെ അനന്തരാവകാശിയാണ് ഹാങ് സിംഗ്. അടുത്ത വർഷം വിവാഹം ചെയ്യാനിരുന്നവരാണ് ഹേച്ചനും ഹാങ് സിംഗും. എന്നാൽ വിധി മാറി മറിഞ്ഞു. ഹേച്ചൻ അവളുമായി ബ്രേക്കപ്പ് ആകുന്നു. കാർ ആക്സിഡൻറ്റിനു ശേഷം അവൻ്റെ സ്വഭാവത്തിൽ മാറ്റമുള്ളതായി തോന്നിയ ഹാങ് സിംഗ് അത് അവൻ്റെ ഇരട്ട സഹോദരൻ ഹീ ക്യാൻ ആണോ എന്ന് അറിയാൻ ശ്രമിക്കുന്നു. ബ്രേക്കപ്പ് എഗ്രിമെൻറ്റിൽ 5 മില്യൺ കോമ്പൻസേഷനും അവൾ ആവശ്യപ്പെട്ടു. ഹേച്ചൻ അത് നൽകി. അങ്കിളായ സോങ്ങിൻ്റെ വിവാഹ നിശ്ചയത്തിനെത്തിയ ചെൻ ഞെട്ടിപ്പോയി. ഹേഷ്യ ഗ്രൂപ്പിൻ്റെ CEO ആണ് സോങ്. ഹാങ് സിംഗ് ആയിരുന്നു വധു. അവൻ ഫോർമൽ ഡ്രസ് ധരിക്കാൻ പോയ നേരം ഹാങ് സിംഗ് അവനെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. സോങ്ങിന് കോളേജ് സമയം മുതൽ തൊട്ടേ ഹാങ് സിംഗിനെ ഇഷ്ടമായിരുന്നു. ഇരുവരുടെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ഇത് ഹേച്ചൻ അല്ല, ഹേ ക്യാൻ ആണെന്നും പറഞ്ഞ് അവരുടെ അച്ഛൻ അവിടേക്ക് വരുന്നു. അമ്മയെയും മകനെയും പണ്ടേ വീട്ടിൽ നിന്നും പുറത്താക്കിയതാണ്. ഹേച്ചൻക്ക് ആക്സിഡൻറ്റിന് ശേഷം വീൽ ചെയറിലാണ്. തെളിവ് കാണിക്കാമെന്നും പറഞ്ഞ് അവൻ്റെ കഴുത്തിലെ വയലിൻ കൊണ്ടുണ്ടായ പാട് നോക്കുമ്പോൾ അത് അവിടെ കാണാനില്ല. ഹേക്യാൻ്റെ പഴയ ഫോണും അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഫോണിൻ്റെ ലോക്ക് തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ലെന്നും പറഞ്ഞ് ഹേച്ചൻ ചാൾസ് എന്ന അവൻ്റെ അച്ഛൻ്റെ മുന്നിൽ നിന്നും മാറുന്നു. ഇതിനിടയിൽ സോങ് വന്ന് ചാൾസിനെ പറഞ്ഞു വിടുന്നു. നിങ്ങളുടെ സ്റ്റെപ്സൺ ഹേക്യാൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലുണ്ട്, വേണമെങ്കിൽ അവിടെ പോയി കണ്ടോളാൻ അയാൾ ചാൾസിനോട് പറയുന്നു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ജീപ്പിൽ കയറിയപ്പോൾ ഹേച്ചനും വണ്ടിയിലുള്ളത് കണ്ട് ഹാങ് സിംഗ് അവനെ ചുംബിക്കാൻ ശ്രമിക്കുന്നു. ശേഷം ഇരുവരും തമ്മിലുള്ള സംഭാഷണങ്ങൾ. ബ്രേക്കപ്പ് കോമ്പൻസേഷൻ വാങ്ങാൻ വന്ന സമയത്ത് ഹാങ് സിംഗ് അയാളുടെ തലയിലെ മുടി പിഴുതത് അയാൾ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അവനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് താനങ്ങനെ ചെയ്തതെന്ന് ഹാങ് സിംഗ് പറയുന്നു. റിപ്പോർട്ട്സ് ഹേച്ചൻ്റെ അസിസ്റ്റൻറ്റ് എടുത്തു മാറ്റിയത് കൊണ്ടാണ് ഇത് ഹേച്ചൻ അല്ലെന്ന് താൻ സംശയിക്കാൻ തുടങ്ങിയതെന്നും അവൾ പറയുന്നു. ബ്രേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതും ചാൾസ് പറഞ്ഞതുമെല്ലാം മറ്റു കാരണങ്ങളും. ഹേച്ചൻ്റെ കയ്യിൽ റെഡ് ബ്രേസ്ലെറ്റ് ഊരാറേയില്ല. എന്നാൽ ഇവൻ്റെ കയ്യിൽ അത് കാണാനുമില്ല. ഒരു സ്കാർ ഉണ്ടാക്കാനൊന്നും വലിയ പാടില്ലെന്ന് ഹേച്ചൻ പറയുന്നു. ബ്രേക്കപ്പ് സമയത്ത് പാരീസിൽ ട്രീറ്റ്മെൻറ്റിന് താനും വരാമെന്നൊക്കെ ഹാങ് സിംഗ് പറയുന്നുണ്ടെങ്കിലും അവൾ സമ്മാനമായി നൽകിയ മാലയും ഊരിക്കൊടുത്തിരുന്നു. നീ ഇത്ര നന്നായി ഡാൻസ് ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന് എൻഗേജ്മെൻറ്റ് ഡാൻസ് കണ്ട് ഹേച്ചൻ ഹാങ് സിംഗിനോട് ചോദിക്കുമ്പോൾ നീ ഇനി പലതും അറിയാൻ കിടക്കുന്നേയുള്ളെന്ന് അവൻ പറയുന്നു. ഹേച്ചൻ എവിടെയെന്ന അവളുടെ ചോദ്യത്തിന് ദേ നിൻ്റെ മുന്നിൽ എന്നായിരുന്നു അവൻ്റെ മറുപടി. അവൻ ആ വണ്ടിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. പിറ്റേന്ന് വിവാഹ വസ്ത്രത്തെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ഹാങ് സിംഗും സോങ്ങും. അങ്ങ് പാരീസിൽ നിന്ന് കൊണ്ടുവരാനുള്ള പ്ലാനാണ്. വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉടനെ വേണ്ടെന്ന മട്ടാണ് ഹാങ് സിംഗിന്. ഹേച്ചനെ മറക്കാൻ കഴിയാത്തതാണ് ഇതിൻ്റെ കാരണമെന്ന് സോങ് തെറ്റിദ്ധരിക്കുന്നു. ഇവർ സംസാരിക്കുന്നതെല്ലാം ബ്ലൂടൂത്ത് വഴി പുറത്തിരുന്ന് ഹേച്ചൻ കേൾക്കുന്നുണ്ടായിരുന്നു. വിദേശത്തുള്ള ഹേക്യാനെ കാണാൻ പോകുന്നതിനെക്കുറിച്ച് ഹാങ് സിംഗ് പറയുമ്പോൾ പോകേണ്ടെന്ന മട്ടാണ് സോങ്ങിന്. ചാൾസിനെ അയാൾ അടികൊടുത്ത് അവശനാക്കി പൈസയും കൊടുത്ത് നാട്ടിൽ നിന്നും പറഞ്ഞു വിട്ടിരുന്നു. ഹേച്ചൻ ഹേക്യാൻ ആണെന്ന രഹസ്യം ഇനി മറ്റാരും അറിയരുതെന്നും അയാളോട് അവൻ പറയുന്നുണ്ട്. ചാൾസിനെ പൈസ കൊടുത്ത് പറഞ്ഞു വിട്ടെന്ന് മാത്രമാണ് സോങ് ഹാങ് സിംഗിനോട് പറയുന്നത്. ഹേച്ചനെ കുറിച്ച് ചിന്തിച്ച് ഹാങ് സിംഗ് നടക്കുന്നു. സ്വത്ത് തട്ടിയെടുക്കാൻ ഹേക്യാനെ ഹേച്ചൻ ആക്കി ലോയറുടെ സഹായത്തോടെ പ്രവർത്തിച്ചത് സോങ് ആയിരുന്നു. ഇനിയും ഉണർന്നിട്ടില്ലാത്ത ഹേച്ചൻ സോങ്ങിൻ്റെ കസ്റ്റഡിയിൽ സുരക്ഷിതനായി കഴിയും. ഇതിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.